ലഹരി ഉപയോഗത്തിനെതിരെ പത്തനംതിട്ടയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കത്തൺ. സ്റ്റേഡിയം കവലയിൽ നിന്ന് തുടങ്ങിയ നടത്തം ടൗൺ സ്ക്വയറിൽ അവസാനിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ലഹരി ഉപയോഗം കർശനമായി തടയുമെന്ന് രമേശ് ചെന്നിത്തല മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാവിലെ ഒരു നടത്തം പതിവുണ്ട്, എന്നാൽ പിന്നെ ഇന്നത്തെ നടത്തം ഈ രീതിയിലാകാമെന്ന് കരുതി. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉണ്ടല്ലോ? എല്ലാവരും ഉണ്ട്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ കേരളത്തിലെ 14 ജില്ലകളിലും ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരെ, രാസലഹരിക്കെതിരെ പ്രത്യേകിച്ചും ഒരു പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ്. തീർച്ചയായും ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണിത്. ഇതിനകത്ത് എല്ലാവരും ഒരുമിച്ച് അണിനിരക്കണം. സർക്കാർ വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണിത്. സർക്കാർ ഉണരണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ഈ സന്നദ്ധ സംഘടനകളടക്കം ഇതിനെതിരായ പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങിയിട്ടും കേസുകളും രാസലഹരിയുടെ ഉപയോഗവും കുറയുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നലുണ്ടോ? അല്ല, അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണമാണ് ഞങ്ങൾ നടത്തുന്നത്. മറ്റു കാര്യങ്ങൾ സർക്കാർ വിചാരിക്കണം. ഇവരെ ഈ രാസലഹരിയുടെ വേറിറക്കാൻ ഗവൺമെന്റ് ശ്രമിക്കണം. UDF സർക്കാർ വന്നാൽ എന്താണ് മനസ്സിൽ കാണുന്ന പ്ലാൻ? ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. പ്രത്യേകിച്ച് രാസലഹരി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളുണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ രഹിത സംഘടന പ്രൗഡ് കേരളയാണ് ഈ പരിപാടിയുടെ സംഘാടകർ. തിരുവനന്തപുരവും കോഴിക്കോടും കൊല്ലവും ഒക്കെ പിന്നിട്ടുകൊണ്ടാണ് വോക്കത്തോൺ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി.